ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും സ്കീപ്പൂസായുടെ വെള്ളിയാഴ്ച ഈ ദുഃഖ വെള്ളിയാഴ്ചയുടെ പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാപത്തെ വെറുത്ത, പാപികളെ സ്നേഹിച്ച, നമ്മുടെ പാപങ്ങളെ ചുമലിൽ വഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചതിന് ആദ്യമായി നമുക്ക് സ്തുതി പാടാം. ഇന്നത്തെ ദിവസം നമ്മുടെ രക്ഷകന് വേണ്ടി നമുക്ക് സമർപ്പിക്കാം. അവൻ്റെ പീഡാനുഭവത്തിൽ നമുക്ക് പങ്കുചേരാം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം എന്നത് ഒരു ക്രിസ്ത്യാനിക്ക് ഏറ്റവും വലുതാണ് എന്നത് പറയാതെ തന്നെ നമുക്ക് ഏവർക്കും അറിയാമല്ലോ. നമ്മുടെ രക്ഷകൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത ദിവസം, പാപം ചെയ്യാത്തവൻ പാപികൾക്ക് വേണ്ടി താൻ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം, പാരിൻ്റെ പാപങ്ങളെ ചുമക്കാനായി പരലോകത്തിൽ നിന്നും വന്ന് പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിച്ചവനെ നമുക്ക് ആശ്രയിക്കാം. അതിന് നാം തയ്യാറാകണം. അതിനായിരിക്കണം ഇന്നത്തെ ശുശ്രൂഷകൾ. പാരിൻ്റെ പാപം ചുമന്നൊഴിപ്പാൻ പരലോകം വിട്ടു നീ ഭൂവിൽ വന്നു. പാരിൻ്റെ പാപം ചുമന്നൊഴിപ്പാൻ പരലോകം വിട്ടു നീ ഭൂവിൽ വന്നു. പാപം വെറുത്തിട്ടും പാപിയെ സ്നേഹിച്ച പാവനമാം നിൻ സ്നേഹം എത്ര ശ്രേഷ്ഠം. പാപം വെറുത്തിട്ടും പാപിയെ സ്നേഹിച്ച പാവനമാം നിൻ സ്നേഹം എത്ര ശ്രേഷ്ഠം. പാവനമാം നിൻ സ്നേഹം എത്ര ശ്രേഷ്ഠം. ഒരു തെറ്റും ചെയ്യാത്തവനെ തങ്ങളുടെ നിലനിൽപ്പിന് കോട്ടം സംഭവിക്കുമെന്ന് കരുതിയ യഹൂദന്മാർ ക്രൂശിലേറ്റി. 3 ആണികളിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എത്രമാത്രം വേദന സഹിച്ചു എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ലോകത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും നികൃഷ്ടമായ മരണമാണ് അവന് യഹൂദന്മാർ പ്രദാനം ചെയ്തത്. ഇതിനു വേണ്ടിയാണ് അവൻ ഇതൊക്കെയും സഹിച്ചത്. തിരുവെഴുത്തുകൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് അവൻ ഇതൊക്കെയും സഹിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തൻ്റെ പിതാവിനെ അനുസരിക്കുകയായിരുന്നു അവൻ. ഈ ലോകത്തിലേക്ക് വന്നത് നമ്മെ രക്ഷിപ്പാനായിട്ടാണ്. നമുക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചവനാണ് അവൻ. അതൊക്കെയും നമ്മൾ മറന്നിട്ടാണ് തെറ്റുകൾക്ക് പിന്നാലെ തെറ്റിലേക്ക് വീണുകൊണ്ടിരിക്കുന്നത്. ക്രൂശിന്മേൽ ക്രൂശിന്മേൽ കാണുന്ന ദാരിദ പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി. പാപത്തെ സ്നേഹിപ്പാൻ ഞാൻ ഇനി പോകുകയില്ല എന്ന തീരുമാനമെടുത്തുകൊണ്ട് ഈ പരിശുദ്ധ ദേവാലയത്തിൽ നിന്നും സ്വഭവനത്തിലേക്ക് പോകുവാൻ ഇന്ന് നമുക്ക് സാധിക്കുന്നുവെങ്കിൽ നാം ദൈവത്തിൻ്റെ പൈതലായി എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിന് നമുക്ക് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നാം ഓരോരുത്തരും ഇന്ന് ചിന്തിക്കേണ്ടത്. ഈ വലിയ നോമ്പ് നമുക്ക് ഒരു മാറ്റം വരുത്തുവാൻ ഇടയാക്കിയോ എന്ന് നാം ഓരോരുത്തരും ചോദിക്കേണ്ടതുണ്ട്. ഇന്നേ വരെ എങ്ങനെ ജീവിച്ചു എന്നതിനുപരിയായി ഇനി എങ്ങനെ ജീവിക്കും എന്ന തീരുമാനം എടുക്കുവാൻ സാധിച്ചോ എന്ന് സ്വയം ചോദിക്കുക. പുതിയ ജീവിതം നയിക്കണമെങ്കിൽ നാം യേശുവിനെ പോലെ താഴ്മയുള്ളവരായിരിക്കണം. അവനെ പോലെ അനുസരണമുള്ളവരായിരിക്കണം. കൃത്യനിർവഹണമുള്ളവരായിരിക്കണം. കൃത്യനിഷ്ഠ ഉള്ളവരായിരിക്കണം. സത്യസന്ധരായിരിക്കണം. തന്നെയും മറ്റുള്ളവരെയും സ്നേഹിക്കുന്നവരായിരിക്കണം. ഇവിടെ എടുത്തു പറയേണ്ടത് തന്നെയും മറ്റുള്ളവരെയും
സ്നേഹിക്കുന്നവരായിരിക്കണം. ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നില്ല എങ്കിൽ എനിക്ക് മറ്റുള്ളവരെയും സ്നേഹിക്കാൻ സാധിക്കുകയില്ല. ഞാൻ എന്നെ തന്നെ ബഹുമാനിക്കുന്നില്ല എങ്കിൽ എനിക്ക് മറ്റുള്ളവരെ ബഹുമാനിക്കാൻ സാധിക്കുകയില്ല. ഞാൻ ആരാണെന്ന് മനസ്സിലാക്കി ഹുവാമ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കിടാതെ ഞാൻ ജീവിക്കുന്നുവെങ്കിൽ എനിക്ക് മറ്റാരെയും റെസ്പെക്റ്റ് ചെയ്യുവാനോ മറ്റുള്ളവരെ മനസ്സിലാക്കുവാനോ അവരുടെ ചെരുപ്പിൽ അവരുടെ ഷൂവിൽ നിന്നുകൊണ്ട് എനിക്ക് അവരെ പഠിക്കുവാനോ സാധിക്കില്ല എന്നുള്ളത് സത്യം തന്നെ. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു. നമുക്ക് ഇതിൻ്റെ 10% ഗുണങ്ങളുണ്ടെങ്കിൽ നാം എന്തുമാത്രം അഹങ്കരിക്കും. ചിന്തിക്കാൻ ശ്രമിക്കുക, തിരുത്താൻ ശ്രമിക്കുക. കാരണം ഈ ലോകത്തെ അടക്കി ഭരിച്ചിരുന്ന, ഈ ലോകത്തിൻ്റെ സർവശക്തനും സർവത്തിൻ്റെ ഉടയനും ആദ്യന്തമില്ലാത്തവനും ജീവിച്ചിരിക്കുന്നവനുമായ ദൈവം മനുഷ്യ അവതാരം ചെയ്ത് നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്ന് നമുക്ക് വേണ്ടി നമ്മളുടെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശുമരണം സ്വീകരിച്ച അവന് ഏതെല്ലാം തരത്തിലുള്ള ശക്തിയും എല്ലാത്തിനെയും കൺട്രോൾ ചെയ്ത് വെക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ഒരു അഹങ്കാരവുമില്ലാതെ താഴ്മയിൽ ജീവിച്ചതാണ് നാം മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒന്ന് നമുക്കും സ്വീകരിക്കാൻ സാധിക്കുമോ എന്ന് നോക്കുന്നത് ഈ അവസരത്തിൽ നല്ലതായിരിക്കും. നമുക്ക് ക്രൂശിലേക്ക് ഒന്ന് നോക്കാം. കുരിശിൽ കിടന്നുകൊണ്ട് അവൻ പറഞ്ഞതായ 7 മൊഴികൾ ഒന്ന് സ്മരിക്കാം. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് വിശുദ്ധ ലൂക്കോസ് എവൻഗേലിയോസായ സുവിശേഷം 23-ാം അധ്യായം 34-ൽ പറയുന്നത് നമുക്കേവർക്കും അറിയാം. ഈ വേദഭാഗത്ത് കാണുന്നത് ശത്രുക്കളെ സ്നേഹിക്കുന്ന യേശുവിനെയാണ്. അവനെ അവർ ക്രൂശിച്ചു. പാപികളായ 2 കള്ളന്മാരെ അവർ യേശുവിൻ്റെ ഇടതും വലതുമായി ക്രൂശിച്ചു. നമുക്ക് അവനെ പോലെ ശത്രുക്കളെ സ്നേഹിക്കാൻ കഴിയുമോ? ചിന്തിക്കുക. ആ മനസ്സ് നമുക്ക് ഉണ്ടോ? അതായത് മരിക്കാൻ പോകുന്ന അവസരത്തിലും ശത്രുക്കളുടെ ഇടയിൽ കഴിയുന്ന അവസരത്തിലും അവനറിയാം അവൻ്റെ തിരുവെഴുത്തിൻ പ്രകാരം അവൻ മരിച്ചേ സാധിക്കുകയുള്ളൂ എന്ന്. എന്നാൽ തന്നെയും അവൻ ആ അവസരത്തിൽ നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ ഒരല്പം ബുദ്ധിമുട്ടോ വിഷമമോ പ്രയാസമോ നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഓപ്പോസിറ്റിലുള്ളവരെ നമ്മൾ എന്തെല്ലാം തരത്തിലായിരിക്കും നമ്മൾ പറയുക, അല്ലെങ്കിൽ നമ്മൾ ഏതെല്ലാം തരത്തിലായിരിക്കും നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ആ അവസരത്തിലും അവൻ അവർക്ക് വേണ്ടി, അവൻ്റെ ശത്രുക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്ന ആ ഒരു സഹിഷ്ണുത, ആ ഒരു മനോഭാവം നമുക്കുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നീ ഇന്ന് എന്നോടുകൂടെ പർദീസയിലിരിക്കുമെന്നാണ് ആ കുരിശിലെ 2-ാമത്തെ മൊഴി. വിശുദ്ധ ലൂക്കോസ് എവൻഗേലിയോസായ സുവിശേഷം 23-ാം അധ്യായം 43-ാം വാക്യത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ നാം കാണുന്നത് പാപിയായ അനുതപിച്ച യേശുവിനെ തിരിച്ചറിഞ്ഞ കള്ളനോട് ക്ഷമിക്കുന്നതായാണ്. കള്ളൻ്റെ മാനസാന്തരമാണ് അവനെ രക്ഷിച്ചത്. എന്നാൽ ഈ ഇടതുവശത്തിരിക്കുന്ന കള്ളന് മാനസാന്തരമുണ്ടായില്ല, അവൻ രക്ഷിക്കപ്പെട്ടില്ല എന്ന് നമുക്കേവർക്കും അറിയാം. നമുക്ക് ആ വലത്തു ഭാഗത്തെ കള്ളനെ പോലെ അനുദപിക്കുവാനും തിരിച്ചറിയുവാനും സാധിക്കുന്നുവോ? ഈ നോമ്പ് അതിന് കാരണമായി തീരട്ടെ. നമുക്കതിന് സാധിക്കുന്നു എന്നൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. ആ കള്ളൻ യേശുവിനോട് പറഞ്ഞത്, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്നാണ്. 42-ാമത്തെ വാക്യത്തിൽ ഇത് പറയുന്നുണ്ട്. ആ കരുണയുള്ളവനായ യേശുവിനെ നമുക്ക് രക്ഷകനായി സ്വീകരിക്കാം. 3-ാമത്തെ ആ കുരിശിലെ മൊഴി എന്ന് പറയുന്നത്, സ്ത്രീയെ, ഇതാ നിന്റെ മകനെന്ന് അമ്മയോടും ഇതാ നിന്റെ അമ്മ എന്ന് ശിഷ്യനോടും പറയുന്നതായി കാണുന്നു. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷം 19-ാം അധ്യായം 26-ും 27-ലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ നാം കാണുന്നത് തൻ്റെ ബന്ധുക്കളെ സ്നേഹിച്ച ആ യേശുവിനെയാണ്. തൻ്റെ പീഡാനുഭവത്തിലും തൻ്റെ മാതാവിനെക്കുറിച്ച് ഓർക്കുന്ന യേശു, തൻ്റെ കർത്തവ്യങ്ങളെ പൂർത്തീകരിക്കുന്ന യേശുവിനെയാണ് നാം കാണുന്നത്. തൻ്റെ അരിമ ശിഷ്യനായ
യോഹന്നാൻ ശ്ലീഹായെ വിശ്വസിക്കുന്ന യേശുവിനെയാണ് നാം ഇവിടെ കാണുന്നത്. നാം നമ്മുടെ കർത്തവ്യങ്ങളെ പൂർത്തീകരിക്കുന്നവർ ആണോ? നമുക്ക് ഈ ലോകത്തിൽ വിശ്വസിക്കാൻ ആരെങ്കിലുമുണ്ടോ? നമ്മൾ സ്വയം അതിന് യോഗ്യരാണോ? ചിന്തിക്കുക. ഈ നോമ്പ് അതിന് കാരണമായി തീരട്ടെ. നമുക്ക് ഈ ലോകത്തിൽ നമ്മൾ ഒരു കാര്യം കൂടി ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ലോകത്തിൽ നമ്മളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആരെയെങ്കിലും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ? കണ്ടുപിടിച്ചിട്ടില്ല എങ്കിൽ ഈ ലോകത്തിലെ മനുഷ്യനെ കുറിച്ചല്ല നാം ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിശ്വസിക്കാൻ പറ്റുന്ന, നമ്മളെ ഒരിക്കലും തെറ്റിലേക്ക് നയിക്കുകയല്ലാത്ത ആ സർവശക്തനിൽ നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ നമ്മളെ അനുഗ്രഹിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നാലാമത്തെ കുരിശിലെ മൊഴി എന്ന് പറയുന്നത്, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് ചോദിക്കുന്ന ഭാഗമാണ്. വിശുദ്ധ മർക്കോസ് എവൻഗേലിയോസ് സുവിശേഷം 15-ാം അധ്യായം 34 പ്രകാരം പറയുന്നു, 9-ാം മണി നേരത്ത് യേശു തൻ്റെ പിതാവിനോട് നിലവിളിക്കുന്നതായി നാം കാണുന്നു. യേശു തന്നെത്താൻ ഫലമേൽപ്പിക്കുകയാണ്. വേദന ശരിക്കും അനുഭവിക്കുന്ന യേശുവിനെയാണ് നാം ഇവിടെ കാണുന്നത്. ആർക്കു വേണ്ടി അവൻ കഷ്ടം സഹിച്ചു എന്ന് ഓർക്കുക. ആ രക്ഷിതാവിൽ നമ്മെ സമർപ്പിക്കുവാൻ ഒരു തീരുമാനം എടുക്കുക. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്ന യേശു ക്രിസ്തു ഈ ജീവിതം ശരീരത്തിൽ നിന്നും ബ്ലഡ് ഉപ്പാർന്ന് പോയിക്കൊണ്ടിരിക്കുന്നതായ അവസരത്തിൽ നമുക്ക് മനസ്സിലാക്കാം, ഒരു ചെറിയ നമ്മുടെ നഖം വെട്ടി മുറിഞ്ഞാൽ നമുക്ക് എന്തുമാത്രം പ്രോബ്ലമുണ്ട്. നമുക്കത് സഹിക്കാൻ വയ്യാത്ത ഒരു സ്ഥിതിയിലാവും. എന്നാൽ 3 ആണിപ്പഴുതുകളിലൂടെ 4ാമതവൻ്റെ നെഞ്ചിൽ കുന്തം കൊണ്ട് കുത്തിയ മുറിവിൽ ടോട്ടൽ 4 മുറിവുകളാണ് അവൻ്റെ ശരീരത്തുണ്ടായിരുന്നത്. 4ാമത്തെ മുറിവിൽ കുന്തം കൊണ്ട് കുത്തുകയും ചെയ്തു. ബ്ലഡ് അവൻ്റെ ശരീരത്തിൽ നിന്നും വാർന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ അവനുണ്ടായ വേദനയും വിഷമവും എന്താണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. 5ാമത്തെ മൊഴി എന്ന് പറയുന്നത്, എനിക്ക് ദാഹിക്കുന്നു എന്നവൻ പറയുന്ന ഭാഗമാണ്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 19-ാം അധ്യായം 28-ഉം 29-ഉം നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. ഈ വേദഭാഗത്ത് കാണുന്നത് തൻ്റെ അമ്മയെ ഭരമേൽപ്പിച്ചതിന് ശേഷം യേശു പറയുന്നതാണിത്. 6ാമത്തെ മൊഴി എന്ന് പറയുന്നത്, സകലതും നിവൃത്തിയായി. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 19-ാം അധ്യായം 30-ാം വാക്യത്തിൽ ആണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. തൻ്റെ പിതാവ് തന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ നിവൃത്തിയാക്കിയ ശേഷം യേശു തിരുവചന പ്രകാരം തന്നെത്താൻ തൻ്റെ പിതാവിലേക്ക് സമർപ്പിക്കുന്നതായാണ് നാം ഇവിടെ കാണുന്നത്. നാം ഈ ലോക ജീവിതത്തിൽ ജനിച്ചതിന് ശേഷം വന്നതിന് ശേഷം ചില കർത്തവ്യങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നു. അതൊക്കെയും നമ്മൾ പൂർത്തീകരിച്ചുവോ? നമ്മൾ നമ്മുടെ രക്ഷിതാവിനെ അടുത്തേക്ക് പോകുവാനായിട്ട് നമ്മൾ തയ്യാറാണോ? അതാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. സർവശക്തനായ ദൈവം നമുക്ക് കാണിച്ച് തന്നതായ മാതൃക നാം സ്വീകരിച്ചുവോ? നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 7ാമത്തെ മൊഴി ഇതായിരുന്നു, പിതാവേ ആത്മാവിനെ തൃക്കൈകളിൽ ഏൽപ്പിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് എവൻഗേലിയോസ് സുവിശേഷം 23-ാം അധ്യായം 46-ാം വാക്യത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ നാം കാണുന്നത് യഥാർത്ഥ മഹത്വത്തെയാണ്. നമ്മുടെ രക്ഷിതാവ് തിരുവെഴുത്ത് പ്രകാരം എല്ലാം നിവൃത്തിയാക്കിയതിന് ശേഷം തൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുകയാണ്. നമുക്ക് അതിന് സാധിക്കുമോ? എന്തുകൊണ്ടാണ് സാധിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആരും ഈ ലോകം വിട്ടുപോകാനായിട്ട് ആഗ്രഹിക്കാത്തതിൻ്റെ മെയിൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ ഒരേ ഒരു മറുപടിയേ ഉള്ളൂ, നമ്മൾ സ്വർഗത്തിലേക്ക് പോവുകയില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട്. കാരണം നമ്മുടെ പ്രവൃത്തിയൊന്നും നമ്മുടെ ദൈവത്തിന് ഹിതപ്രകാരമല്ല. ദൈവത്തിൻ്റെ ഹിതപ്രകാരം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നുവെങ്കിൽ നമുക്ക് ഈ ലോകം വിട്ടു പോകുന്നതിന് വിഷമമുണ്ടാകുകയില്ല. പക്ഷെ നമ്മളാരും അങ്ങനെ ജീവിക്കാത്തതിനാൽ നമുക്കെല്ലാവർക്കും ഭയങ്കര പേടിയാണ്. മരണത്തെക്കുറിച്ച് ഓർക്കാൻ പോലും നമുക്ക് വയ്യ. ഈ ലോകം വിട്ടുപോകാൻ അത് പണക്കാരനാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും ദരിദ്രനാണെങ്കിലും സൂക്ഷ്മമായ ആഹാരം കഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും നല്ല ജോലിയുള്ളവനാണെങ്കിലും നല്ല ജോലിയില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിലും ഉഴലാടി നടക്കുന്നവനാണെങ്കിൽ പോലും ഇവിടെ ഈ ലോകത്തിൽ നിന്നും വിട്ടുപോകാൻ താല്പര്യപ്പെടാത്തതിന് കാരണം നമ്മൾ ഒരുക്കമില്ലാത്തവരായതുകൊണ്ടാണ്. ഈ ലോകത്തിൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കുന്നത് നല്ലതായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ
ഈ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു. നമുക്കൊരു പാട്ട് പാടാം. ദേവേശ യേശുപരാ ഈവനെനിക്കായി വെടിഞ്ഞോ ജീവനറ്റ പാപികൾക്ക് നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചോ ദേവേശ യേശുപരാ ഈവനെനിക്കായി വെടിഞ്ഞോ. ഈ ലോകം വിട്ടു പോകാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ആലോചിക്കുക. അതിന് കാരണം നമ്മൾ ഒരുക്കമില്ലാത്തവരായതുകൊണ്ടാണ്. ഇന്നു മുതൽ ഈ ദേവാലയത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് നമ്മളൊരു തീരുമാനമെടുത്തിട്ട് പോവുകയാണ് എങ്കിൽ ഞാൻ ഇന്നു മുതൽ എൻ്റെ ദൈവത്തിൻ്റെ പൈതലായി ജീവിക്കും. നീ എപ്പോൾ എന്നെ വിളിക്കുന്നു ആ അവസരത്തിൽ നിൻ്റെ അടുത്തേക്ക് വരുവാനും നിന്റെ വലത്തുഭാഗത്തിരിക്കുവാനും എനിക്ക് യോഗ്യത ഉണ്ടാകത്തക്കവണ്ണം ഞാൻ ജീവിക്കും എന്നൊരു തീരുമാനം നമ്മൾ ഇവിടുന്ന് എടുത്തിട്ട് പോവുകയാണെങ്കിൽ കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നമുക്ക് അത് അനുഗ്രഹമായിരിക്കും. പാപത്തെ വെറുത്തവൻ, പാപിയെ സ്നേഹിച്ചവൻ, പാപികൾക്കായി ജീവൻ ബലി കൊടുത്തവൻ, നമ്മുടെ രക്ഷകൻ, അവൻ്റെ രണ്ടാമത്തെ വരവിനായി നമുക്ക് കാത്തിരിക്കാം. ക്രൂശിലെ ഈ 7 മൊഴികൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ ഒന്ന് തിരുത്താൻ ശ്രമിക്കാം. ഈ വലിയ നോമ്പ് അതിന് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നാം ദൈവത്തിലേക്ക് അടുക്കുന്നുവെങ്കിൽ, നമ്മെ തന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കും, നമ്മൾ രക്ഷ പ്രാപിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതിനുവേണ്ടി നാം ഒരു തീരുമാനമെടുക്കേണ്ടതുണ്ട്. ആ തീരുമാനം ഇതായിരിക്കണം: കുരിശെടുത്തേനേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. കുരിശെടുത്തേനേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. ഈ ഒരു തീരുമാനത്തോടുകൂടി ഈ പരിശുദ്ധ ദേവാലയത്തിൽ നിന്ന് നമുക്ക് ഈ ശുശ്രൂഷയ്ക്ക് ശേഷം നാം തിരിച്ചു പോകുന്നുവെങ്കിൽ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇങ്ങനെ ഒരു അവസരം കൂടി പ്രദാനം ചെയ്ത ആചാര്യ ശ്രേഷ്ഠൻ്റെ കൃതജ്ഞമായ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.